ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 56ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയും IIMC ചാൻസലറുമായ അശ്വിനി വൈഷ്ണവ് മുഖ്യാതിഥിയാകും. നാളെ ഡൽഹി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. 2023-24 ബാച്ചിലെ 9 കോഴ്സുകളിൽ നിന്നുള്ള 478 വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ഡിപ്ലോമയും അക്കാദമിക മികവ് പുലർത്തിയ 36 വിദ്യാർത്ഥികൾക്ക് മെഡലും സമ്മാനിക്കും. ഗോവയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോവയിലെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ജയിലുകൾ, ഫോറൻസിക് തുടങ്ങിയവയും ചർച്ചയായി. സായുധ സേനാ മേധാവി അനിൽ ചൌഹാൻ നാളെ ഓസ്ട്രേലിയ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ഓസ്ട്രേലിയൻ പ്രതിരോധ മേധാവി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 7 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബെൽജിയം രാജകുമാരി ആസ്ട്രിഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. പ്രിൻസസ് ആസ്ട്രിഡുമായും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രൊവോയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ദേശീയ വനിതാ കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വ്യാപകമായതോടെ സ്ത്രീകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതായും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾ കൃത്യമായി പരാതിപ്പെടാൻ ശ്രമിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി എന്ന അഭിലാഷ പദ്ധതി സംബന്ധിച്ച് അബുദാബിയിൽ ഇന്ത്യ UAE ഉദ്യോഗസ്ഥർ തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടന്നു. ഭൂഖണ്ഡാന്തര കണക്ടിവിറ്റിയിലെ ഒരു പ്രധാന ചുവടുവയ്പായാണ് പദ്ധതിയെ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രാലയം സെക്രട്ടറി TK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ലഹരി വ്യാപനത്തിനെതിരെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താമരശ്ശേരി സംഘർഷം ഉൾപ്പെടെ സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തി തകർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള 3ാം ഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ ഈ മാസം 13 വരെ അറിയിക്കാം. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയെ സ്കൂൾ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂളിലെ ക്ലർക്ക് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥി മരിച്ചതെന്നാണ് പരാതി. പരുത്തിപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന എബ്രഹാം ബെൻസണാണ് മരിച്ചത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF മറ്റന്നാൾ മാർച്ചും ഉപവാസ സമരവും നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആശാ വർക്കർമാരോട് സർക്കാർ അനാസ്ഥ കാണിക്കുന്നതായി ആരോപിച്ച് BJP നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രഞ്ജി ട്രോഫി ഫൈനലിൽ മാറ്റുരച്ച കേരള ടീമിന് സംസ്ഥാന സർക്കാർ നാളെ അനുമോദിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കായിക മന്ത്രി അബ്ദുറഹിമാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ഫൈനലിൽ എത്തിയ കേരളം വിദർഭയോട് പോരാടി പരാജയപ്പെട്ടിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. 2ാം സെമിയിൽ മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയവ ഉണ്ടാകാനിടയുള്ളതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണം. വരും മണിക്കൂറുകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 112 പോയിന്റ് താഴ്ന്ന് 73,086-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 5 പോയിന്റ് നഷ്ടത്തിൽ 22,119-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ലിസ്റ്റിംഗ് തട്ടിപ്പ് കേസിൽ മുൻ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചും മറ്റ് 5 പേരും ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ FIR ഫയൽ ചെയ്യാൻ അഴിമതി വിരുദ്ധ ബ്യൂറോയോട് നിർദ്ദേശിച്ച പ്രത്യേക കോടതിയുടെ ഉത്തരവിനെതിരെയാണ് നീക്കം. സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പും നിയന്ത്രണ ലംഘനങ്ങളും സംബന്ധിച്ചാണ് ഇവർക്കെതിരെയുള്ള കേസ്. കണ്ണൂർ പാനൂർ മൊകേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച കർഷകൻ ശ്രീധരന്റെ കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു DFO S വൈശാഖ് നാളെ കൈമാറും. ഇന്നലെ രാവിലെ കൃഷിയിടത്തിൽ വെച്ചാണ് ശ്രീധരനെ കാട്ടുപന്നി ആക്രമിച്ചത്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.